പരമ കാരുണികനായ പരിശുദ്ധ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നും പതിവ് പോലെ തിരുസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം. പ്രത്യേകാൽ ഇതുവരെ നമുക്ക് അധ്യക്ഷത ചെയ്തുകൊണ്ടിരുന്ന പ്രിയ ബാബു അങ്കിൾ, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പലരും അവരുടെ സഭകളിലെ യോഗങ്ങളിലും മറ്റും ആയിരിക്കുന്നു. എങ്കിലും നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് അവസരങ്ങളെ നൽകിയല്ലോ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപ നമ്മെ പിന്നെയും ചുറ്റിക്കൊള്ളട്ടെ, നമ്മെ പൊതിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. നമ്മുടെ കർത്താവ് ലവോദിക്യ സഭയ്ക്ക് കൊടുക്കുന്ന ബുദ്ധിയുപദേശത്തെയാണ് നാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. കർത്താവ് അങ്ങനെ തന്നെയാണ് ഇവിടെ പറഞ്ഞതും, എന്ന് ഞാൻ നിനക്ക് ബുദ്ധി പറഞ്ഞു തരുന്നു, അല്ലെ? ബുദ്ധി പറഞ്ഞു തരുന്നു. ആ വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. സ്തോത്രം. ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ലവോദിക്യ സഭയ്ക്കുള്ള ശിക്ഷ വിധിക്കപ്പെട്ട സഭയ്ക്കുള്ള, കുറ്റം വിധിക്കപ്പെട്ട സഭയ്ക്കുള്ള ബുദ്ധിയുപദേശമാണ്. ആലോചനയിൽ വലിയവനായ, പ്രവൃത്തിയിൽ ഭയങ്കരനും ശക്തിമാനുമായ നമ്മുടെ കർത്താവ് നൽകുന്നത്. യേശുക്രിസ്തു ജ്ഞാനസമ്പൂർണൻ എന്ന് മാത്രമല്ല, പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് ദൈവജ്ഞാനമായ ക്രിസ്തു എന്ന, ജ്ഞാനി എന്ന് മാത്രമല്ല, ദൈവജ്ഞാനമായ ക്രിസ്തു. 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും 1-ാമത്തെ ലേഖനത്തിൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. അവിടേക്കല്ല നമ്മൾ പോകുന്നത്. എങ്കിലും ഇവിടെ ബുദ്ധിയുപദേശം എന്ന ഒരു പ്രയോഗവുമായി ബന്ധപ്പെട്ട് അത് ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. 1:30 ഒന്ന് വായിച്ചോളൂ. 1 കൊരിന്ത്യർ 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. സ്തോത്രം. ക്രിസ്തു നമുക്ക് എന്താണ്? അതിലൊന്നാണ് അവിടെ കാണുന്നത്, ജ്ഞാനമാണ് നമുക്ക്. അതുപോലെ 2-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങളും കൂടെ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇവിടെയും പൗലോസ് 1:30 പറഞ്ഞ കാര്യം അല്പവും കൂടെ വിശദീകരിക്കുന്നു. അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് വേണ്ട ഒരു പ്രയോഗം മാത്രം നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. ക്രിസ്തു കേവലം ബുദ്ധിമാനോ ജ്ഞാനിയോ മാത്രമല്ല,
പകരം ക്രിസ്തു തന്നെ ദൈവത്തിന്റെ ജ്ഞാനം അല്ലെങ്കിൽ ദൈവ ജ്ഞാനമാകുന്നു. നിസ്തുല ജ്ഞാനിയും പരിപൂർണ ജ്ഞാനവുമാകുന്ന ക്രിസ്തു തൻ്റെ രക്തത്താൽ സമ്പാദിച്ച തന്നോടുള്ള ആജീവനാന്ത ഏകാഗ്രമായ വിധേയത്വത്തിൽ കഴിയേണ്ട സഭയോട് ബുദ്ധിപദേശം കൊടുത്തു പറയുകയാണ്, നീ എന്നോട് വിലയ്ക്ക് വാങ്ങുക. ബൈ ഓഫ് മീ, വിലയ്ക്ക് വാങ്ങുക. എന്തൊക്കെ വിലയ്ക്ക് വാങ്ങണമെന്ന് നമ്മൾ കണ്ടു. നിന്റെ ദരിദ്രത മാറാൻ, ദാരിദ്ര്യം മാറാൻ എന്നോട് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, നിന്റെ നഗ്നത മാറാൻ വെള്ളയുടുപ്പ്, നിന്റെ അന്ധത മാറാൻ കണ്ണിലെഴുതാൻ ലേപം. വാങ്ങുക, എന്നോട് വാങ്ങിക്കൊള്ളുക. ആ വാങ്ങുക എന്ന പ്രയോഗം ഗ്രഹിക്കുവാൻ അല്പം പ്രയാസമുള്ളതാണ്. രക്ഷയും കൃപയുമെല്ലാം പൂർണ്ണമായും ദാനം, സൗജന്യം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വാങ്ങുക? എന്താണ് അതിൻ്റെ അർത്ഥം? മറ്റൊന്ന്, യേശു തന്നെ പറഞ്ഞു, നീ ദരിദ്രനായിരിക്കുന്നു. ഈ ദരിദ്രൻ എങ്ങനെയാ പൊന്നു വാങ്ങുന്നേ? ഈ ദരിദ്രൻ എങ്ങനെയാണ് വെള്ളയുടുപ്പ് വാങ്ങുന്നത്? കാൽ കാശിന്റെ മുതലില്ലാത്ത പാപ്പരായിരിക്കുന്ന ഈ സഭ എങ്ങനെയാണ് ഏറ്റവും പ്രശസ്തമായ നേത്ര ചികിത്സ നടത്തുന്നത്? ചിലവേറിയ കാര്യ. പക്ഷെ ചിലവിടാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ഒരു പാരഡോക്സ്, ഒരു വിരോധാഭാസമായി ഒരു പക്ഷേ നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ പറയുന്ന വാങ്ങുക എന്നതിൻ്റെ അർത്ഥം എന്തല്ല? കമോൺ, വന്നാട്ടെ. മുതൽ മുടക്കി വാങ്ങുക ഇല്ല, വാങ്ങുക മുതൽ മുടക്ക തന്നെയാ. അവിടെ എഴുതിയിട്ടുണ്ട്. 18 ഒടുവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുക. എന്നോട് വിലയ്ക്ക് വാങ്ങുക. വെറും വാങ്ങുക എന്നല്ല. വെറും വാങ്ങുക എന്നായിരുന്നെങ്കിൽ നീ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോടാന്ന് ഉള്ള അർത്ഥത്തിൽ എടുക്കായിരുന്നു. സൗജന്യമായി വാങ്ങിക്കൊള്ളുക എന്ന് നമുക്ക് എടുക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു യെശയ്യാ 55:1 ഒന്ന് വായിച്ചേ. 55:1 ഐശയ്യ. അല്ലയോ, ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിനു വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. കണ്ടോ, അവിടെ വാങ്ങി തിന്നുവീൻ. ആരെയാ വിളിക്കുന്നേ? ദ്രവ്യമില്ലാത്തവരെ, കാശില്ലാത്തവരൊക്കെ വാങ്ങി തിന്നോളാൻ. അപ്പോൾ അവിടെ പറയുന്ന വാങ്ങുക എന്നത് മുതല് മുടക്കില്ലാത്തതാണ്. വന്ന് സ്വീകരിക്കുക എന്നർത്ഥമേ ഉള്ളൂ അവിടെ പറയുന്ന വാങ്ങിന്. പക്ഷെ ഇവിടെ 3:18 വെളിപ്പാടിൽ പറയുന്നു, വന്ന് വിലയ്ക്ക് വാങ്ങിക്കൊള്ളുക. വില കൊടുക്കണമെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ നമ്മൾ കണ്ടു ദരിദ്രരാണ്, നഗ്നരാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ വില എന്ന് പറയുന്നത് എന്തല്ല? സമ്പത്തല്ല. 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 അപ്പോൾ തന്നെ ഭൗതികമായി അവർ സമ്പന്നരാണ് താനും. Okay, materially they are rich, but spiritually they are in utter poverty. Below the poverty line. ദരിദ്രരേഖയ്ക്കൊക്കെ ഒത്തിരി താഴെ കിടക്കുന്നവരാണ് ആത്മീയമായിട്ടവർ. ഏതായാലും ഇവിടെ പറയുന്ന വില എന്നുള്ളത് അക്ഷരീകമായി അല്ലെങ്കിൽ മെറ്റീരിയൽ ഭൗതിക വസ്തുക്കളെ കൊണ്ടുള്ള ഒന്നല്ല. നമുക്ക് ഈ വിലയ്ക്ക് വാങ്ങേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ, അതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. വാങ്ങേണ്ട സാധനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ കൊടുക്കേണ്ട വില എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. Following me? So far we have seen Christ is urging or counseling the church at Laodicea to purchase with a price 3 things as a remedy for their poverty, nakedness, and blindness. And for these, they have to pay a price and buy it or buy them. Buying gold, pure gold, purified in the fire, white garment against their black woolen things, and eye salve or eye ointment. So to see or to understand what price to be remitted, what is the price one has to remit, or what is the price Christ is demanding from this church? We can understand the price if we can understand what the church was advised to purchase. എന്താ അവർക്ക് വാങ്ങേണ്ടത്? പൊന്ന്, വസ്ത്രം, പൊന്ന്, വസ്ത്രം, ലേപം. ലേപം. ഒന്നാമത്തേതെന്ന് നോക്കാം. പൊന്ന്. അതും എങ്ങനെയുള്ള പൊന്ന്? തീയിൽ ഊതിക്കഴിച്ചത്. തീയിൽ ഊതിക്കഴിച്ചത് അഥവാ ശുദ്ധമായ, അല്ലെ, തനിത്തങ്കം, ശുദ്ധമായിട്ടുള്ളത്. ഞാനൊരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി, വെളിപ്പാട് പുസ്തകത്തിനകത്ത് തങ്കം അഥവാ പൊന്ന് എന്ന് 3 അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 3 തരം പൊന്നിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു. ഒന്നാമത്തേത് ഗ്രീക്ക് വാക്ക് ക്രൂസിയോൻ എന്നാണ്. CHRUSION. CHRUSION. ക്രൂസിയോൻ. ക്രൂസിയോൻ. ഇവിടെ നമ്മൾ കാണുന്ന
വെളിപ്പാട് 3:18 കാണുന്ന പൊന്ന്, അതിനുപയോഗിച്ചിരിക്കുന്ന പദം ഇതാണ്. അത് കൂടാതെ 17:4, 18:16, 21:18, 21. Chapters, Revelation chapters 3 verse 18, 17 verse 4, 18 verse 16, and 21 verses 18 and 21. In all these references, this particular word crucion is used for gold. This word is used for gold in relation with Christ or even the temple of Jerusalem. യേശുക്രിസ്തുവിങ്കൽ നിന്നോ യെരൂശലേം ദേവാലയവുമായി ബന്ധപ്പെട്ടതോ ആയ പ്യുവർ ഗോൾഡ്, തനിത്തങ്കത്തിന് വേണ്ടിയാണ് ഈ പദം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഒറിജിനൽ ഗോൾഡ്, പ്യുവർ ഗോൾഡ്. ആ പ്യുവർ ഗോൾഡിന് വേണ്ടി ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നുകിൽ ക്രിസ്തുവുമായി, അല്ലെങ്കിൽ യെരൂശലേം, അല്ലെങ്കിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. എന്നാൽ മറ്റൊരു പദമുണ്ട്, ക്രൂസോസ്, CHRUSOS, ക്രൂസോസ്. ഇത് ഫോൾസ് ഗോൾഡ്, ഫേക്ക് ഗോൾഡ്, തനിത്തങ്കം അല്ലാത്ത സ്വർണം. എന്തുവാ ഇമിറ്റേഷൻ ഗോൾഡ് എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെയാണെന്ന് തോന്നുന്നല്ലോ നമ്മുടെ നാട്ടിൽ പറയുന്നത്, അല്ലെ? ഇമിറ്റേഷൻ ഗോൾഡ് എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള മൊത്തം പ്യുവർ അല്ലാത്ത ഗോൾഡ്, ഈവൻ പ്യുവർ ഗോൾഡായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വിൽക്കപ്പെടുന്നതിൽ പോലും കുറെ അംശം കോപ്പറാണെന്ന എൻ്റെ അറിവ്. അതുകൊണ്ട് പല ക്യാരറ്റ് എന്നൊക്കെ അതിന് തൂക്കവും അളവും ഒക്കെ ഉള്ളത്. അപ്പൊ അതിൽ ഇത്ര ശതമാനം തങ്കവും ഇത്ര ശതമാനം ചെമ്പ്, കോപ്പർ. എൻ്റെ അറിവനുസരിച്ച് നമ്മുടെ നാട്ടിലെ സ്വർണത്തിന് നല്ല തിളക്കമാണ്. മറ്റുള്ള ഇവൻ ഗൾഫിൽ നിന്നൊക്കെ പോലും കൊണ്ടുവരുന്ന സ്വർണത്തെക്കാൾ കാഴ്ചയ്ക്ക് നല്ല നിറം നമ്മുടെ നാട്ടിലെ സ്വർണത്തിനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് കാരണം അതിൽ കോപ്പർ ചേരുവ കൂടുതലാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് പറഞ്ഞിരിക്കുന്നത് പ്യുവർ അല്ലാത്ത, ഫോൾസ് ഗോൾഡ് ഓഫ് ക്രൗൺസ് ഓൺ ദ ഡീമോണിക് ലോക്കസ് ആൻഡ് ഫോൾസ് ഗോൾഡ് traded by mystic Babylon. അപ്പം റെവലേഷൻ തന്നെ 9:7, 9:7, 18:2 തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇതേപ്പറ്റിയാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 9:7, 9:7 and 18:2 ഇവിടങ്ങളിലൊക്കെ ഈ തങ്കത്തെ പറ്റിയാണ് പറയുന്നതെന്ന്. മൂന്നാമതൊരു പ്രയോഗം വെളിപ്പാട് പുസ്തകത്തിലുള്ളതാണ് ക്രൂസൗസ്, ക്രൂസൗസ് എന്നുള്ളത്. CHRUSOUS, ക്രൂസോസ്, ക്രൂസൗസിയ, ക്രൂസോസ്. ഇറ്റ്സ് an adjective. ഇത് ഒരു വിശേഷണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്.
വിശേഷണമായിട്ട്. ആസ് എ ഗോൾഡൻ, 1-ാം അധ്യായം 12-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പൊൻനിലവിളക്കുകൾ, ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്സ്, ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്സ്. വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടുമുണ്ട് 1-12, 13, 15-6, ഇങ്ങനെ വേറെയും ഭാഗങ്ങളുണ്ട്. ഇവിടങ്ങളിലൊക്കെ നാം കാണുന്ന ഒന്നാണിത്. ഏതായാലും ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ലവോദിക്യ സഭയോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ ഏത് വാങ്ങാനാ? ആദ്യത്തെ പ്യുവർ ഗോൾഡ്. പ്യുവർ ഗോൾഡ്, ക്രൂസിയോസ്, ക്രൂസിയോൻ, ക്രൂസിയോൻ എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നേ കിട്ടൂ? വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. അതെ, ക്രിസ്തുവിങ്കൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണിത്. ചില സാധനങ്ങളുടെയൊക്കെ പരസ്യം നമ്മൾ കാണാറുണ്ടല്ലോ, ഞങ്ങൾക്ക് വേറെ ഓരോ ഔട്ട്ലെറ്റുകളും ഇല്ല. ചില കടകൾ ചില വിലപ്പെട്ട സാധനങ്ങൾ, നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളതിനെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒത്തിരി സംഗതികൾ വിൽക്കാറുണ്ട്. ഉദാഹരണത്തിന് ഗോദ്രേജ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പഴയ അറിവുള്ള ഒരു സംഗതിയാ. ഗോദ്രേജിന്റെ അലമാര, ലോക്ക് തുടങ്ങി. നോർത്ത് ഇന്ത്യയിലൊക്കെ വരികയാണെങ്കിൽ ഗോർദറേജ് എന്നും പറഞ്ഞ സാധനം കിട്ടും. ഒരു 6 ഇടയ്ക്കുണ്ട് ഗോർദറേജ്. എഴുതുന്നതൊക്കെ സെയിം സ്റ്റൈലില്ല. ഒറ്റയടിക്ക് നമ്മള് ഏതൊരു സാധനം വായിച്ചാലും റീഡ് ചെയ്താലും മൊത്തം സ്പെല്ലിങ് വായിച്ചിട്ടല്ലല്ലോ, ഒറ്റ നോട്ടത്തിൽ നമ്മൾ വായിക്കുക. അങ്ങനെ ഈ ഗോദ്രേജും ഗോർദറേജും തമ്മിൽ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്റ്. ഇതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട്, ഒത്തിരി സാധനങ്ങൾ. അപ്പോൾ ചിലതിന് ആ സാധനങ്ങൾ വിൽക്കുന്ന ഒറ്റ കടയെ കാണത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബേക്കറികൾ, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രശസ്തമായ ഒരു ബേക്കറിയാണ്, അവിടുത്തെ പ്രശസ്തി കണ്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ അതേ പേരിൽ വേറെ കട തുറക്കും. അപ്പോൾ പേര് രണ്ടും ഒന്നായതുകൊണ്ട് അവിടുത്തെ പോലെ ക്വാളിറ്റി ഇതിനും ഉണ്ടായിരിക്കും എന്നും പറഞ്ഞ ആൾക്കാർ വന്നു വാങ്ങും. കുറെയൊക്കെ ആയി കഴിയുമ്പോഴാണ് ഈ ഒറിജിനൽ കടക്കാർ പരസ്യം കൊടുക്കുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനം ഇന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും ഞങ്ങൾക്ക് കടകളില്ല, ഔട്ട്ലെറ്റ്സ് ഇല്ല, ആരും വഞ്ചിക്കപ്പെടരുത്. ഇവിടെ പറയുന്നത് തനിത്തങ്കം വാങ്ങാൻ വേറെ എങ്ങും കിട്ടില്ല, ക്രിസ്തുവിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേറെ എങ്ങും ഇതിനു വേണ്ടി നടക്കരുത്. സ്തോത്രം. എന്നിട്ട് പറയുന്നത്, അവിടെ പറയുന്ന വെർബാണ് ബൈ, ക്രിയയാണ്, വാങ്ങുക, വാങ്ങുക. സ്തോത്രം. അപ്പോൾ ആ വാങ്ങാൻ വില കൊടുക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് നോക്കേണ്ടത്, വാങ്ങാൻ വില കൊടുക്കണമെങ്കിൽ ഈ വാങ്ങുന്ന തങ്കമെന്ന് പറയുന്ന, പ്യുവർ ഗോൾഡ് എന്ന് പറയുന്ന സാധനം എന്തുവാ? വാട്ട് ക്യാൻ ഇറ്റ് ബി? വാട്ട്? Pardon? Character. Character. Okay. Not wrong. സ്വഭാവ വൈശിഷ്ട്യം. മറ്റെന്തെങ്കിലും?
റോമർ 5:3 ഉദ്ദേശിച്ചത്? അല്ല വേറെ അല്ല എന്തായാലും ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളായിരിക്കണമല്ലോ. ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ. ഓക്കെ, വേറെ എന്തെങ്കിലും ഒന്നും കൂടെ പറയാൻ പറ്റുമോ? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. വിശ്വാസം, ഓഫ് കോഴ്സ്. നാം യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് മടങ്ങിയിരിക്കുക. ഓക്കെ, നമുക്ക് ഡിറക്റ്റ് നേരിട്ട് റെഫറൻസ് പറയാൻ പറ്റുന്ന സംഗതി എന്താണ്? വിശ്വാസം. സ്തോത്രം. വിശ്വാസം. ഒത്തിരി ഭാഗങ്ങളുണ്ട്, എങ്കിലും 1 പത്രോസ് 1:7 1 Peter 1:7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. സ്തോത്രം. So pure gold is a biblical metaphor for these two things, as you said. One, a godly Christian character, as well as sound faith. ഇവിടെ നമ്മൾ കാണുന്ന വിശ്വാസം വേദപുസ്തകത്തിൽ നോക്കിയാൽ 2 പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപമാനമാണ്, മെറ്റഫറാണ്, സാദൃശ്യമാണ്. പ്യുവർ ഗോൾഡ്, തീയിൽ ഊതിക്കഴിച്ച ശുദ്ധി ചെയ്ത സ്വർണം, 2 പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സാദൃശ്യമാണ്. എന്തൊക്കെയാ? നിങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ തന്നെ. ഒന്ന്, സ്വഭാവം, ദൈവീക സ്വഭാവം, ദിവ്യ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ, ഡിവൈൻ നേച്ചർ. ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്. അതെ, അതെ, ക്രിസ്തുവിലുള്ള ഭാവം. അത് മനസ്സിലാക്കാൻ ആ ഭാവത്തിന്റെ ഇപ്പുറത്തൊരു സ്വായും കൂടെ ചേർത്താൽ മതി. സ്വഭാവം. A refined character of a true believer, individually as well as ecclesiastically. വ്യക്തിപരമായോ സഭാപരമായോ, സഭാപരമായി എന്ന് പറയുമ്പോൾ ഒരു സഭയിലുള്ള എല്ലാവർക്കും എന്നർത്ഥം. വ്യക്തിപരമായി എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസിക്കും എന്ന് അർത്ഥം. ഓരോ ക്രിസ്തു വിശ്വാസിയും, കൂടാതെ ഓരോ പ്രാദേശിക സഭ മൊത്തമായും യേശുക്രിസ്തുവിൻ്റേതുപോലെ അല്ലെങ്കിൽ ദൈവത്തിൻ്റേതുപോലെയുള്ള സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം. Gold, pure gold, therefore stands for divine character and sound faith. രണ്ടാമത്, ഈ തനിത്തങ്കം സാദൃശീകരിക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ വിശ്വാസം, പഥ്യോപദേശം. വിശ്വാസം എന്നതിനെ കുറിച്ച്
ആ വിശ്വാസം എന്നത് കേവലം എന്തോ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ല. അതിനെ ക്രിസ്തുവിനോടുള്ള വിധേയത്വവും അനുസരണവുമായി നാം മനസ്സിലാക്കണം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. അപ്പോൾ അവിടെ പറയുന്ന വിശ്വാസം, ഇറ്റ്സ് നോട്ട് എ പാസീവ് ബിലീഫ്. ഫെയ്ത്ത് ഹിയർ ഈസ് നോട്ട് എ പാസീവ് ബിലീഫ്. നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തത് തലച്ചോറ് കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മാത്രം നാം ചെയ്യുന്നതുമായ ഒരു വ്യായാമമല്ല ഇവിടെ പറയുന്ന വിശ്വാസം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല? പോരാടേണ്ടതില്ല, വില കൊടുക്കേണ്ടതില്ല. അപ്പൊ എൻ്റെ മനസ്സിനകത്തൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. അത് ഞാനത് അകത്ത് കൊണ്ട് നടന്നാൽ മതി. പക്ഷെ ഇതൊരു പാസീവ് ബിലീഫ് എന്നതിനേക്കാൾ ഒരു ആക്റ്റീവ് എൻഗേജ്മെന്റ് ഉണ്ട് അതിനകത്ത്. അതിനെയാണ് ഞാൻ പറഞ്ഞത്, ഹിയർ ഫെയ്ത്ത് സ്റ്റാൻഡ്സ് ഫോർ an obedient, loyal relationship with Christ. ഇവിടെ വിശ്വാസം എന്നത് കേവലം ഒരു ബൗദ്ധിക വ്യായാമമല്ല. പകരം യേശുക്രിസ്തുവിനോടുള്ള, യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തോടുള്ള, ആളത്വത്തോടുള്ള നമ്മുടെ വ്യക്തിപരമായ വിധേയത്വവും അനുസരണവും കൂട്ടായ്മ ബന്ധവുമാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അതാണല്ലോ നമ്മൾ പഠിച്ചത്. ലവോദിക്യ സഭയോട് കർത്താവ് പറഞ്ഞു, നീ ദരിദ്രനാണെന്ന്, നീ നിർഭാഗ്യവാനാണെന്ന്. അപ്പോൾ അതിന് വിപരീതമായിട്ട് നമ്മൾ കണ്ടു, ഒരു ക്രിസ്ത്യാനി ദരിദ്രനല്ല, അവൻ സമ്പന്നനാണ്. എന്താണ് നമ്മുടെ സമ്പത്തെന്നും നമ്മൾ കണ്ടു. എന്തുവാ? ക്രിസ്തു തന്നെയാ സമ്പത്ത്. എങ്ങനെയാ ക്രിസ്തുവിനെ നമ്മള് സമ്പത്തായി സ്വീകരിക്കുന്നത്? ആ ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിധേയത്വമാണ്. ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ള 2 പദങ്ങൾ ഇവിടെ ആവർത്തിച്ചോട്ടെ. അവർ അൺഡിവൈഡഡ് ലോയൽറ്റി ടു ക്രൈസ്റ്റ് ആൻഡ് അൺഡൈയിങ് അലീജിയൻസ് വിത്ത് ക്രൈസ്റ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 പ്രയോഗങ്ങളാണ്. undivided loyalty to Christ and undying allegiance with Christ. അപ്പോൾ ഇവിടെ വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ അവിഭജിതമായ ക്രിസ്തുവിനോട് മാത്രമുള്ള വിധേയത്വം. 2, ഒരിക്കലും നഷ്ടപ്പെടാത്ത, അമർത്യമായ, ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാത്ത ക്രിസ്തുവിനോടുള്ള സഖിത്വം. ക്രിസ്തുവിനോടുള്ള സഖിത്വം. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ഇതാണ് യഥാർത്ഥത്തിലെ വിശ്വാസം. അല്ലാതെ ദൈവമുണ്ട്, യേശു ഉണ്ട്, ഇന്ന് എനിക്കില്ലാത്തതൊക്കെ 2023 എനിക്ക് ലഭിക്കാഞ്ഞതൊക്കെ 24 കിട്ടും.
ഈ വിശ്വാസമല്ല, ഈ ഒരു അംഗീകാരവും ഈ ഒരു ശുഭപ്രതീക്ഷയും അല്ല ഇവിടെ പറയുന്ന വിശ്വാസം. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ പുതിയ വീട് വാങ്ങി. 2023 അദ്ദേഹം ബുക്ക് ചെയ്തത്. എന്നോട് അദ്ദേഹം പറഞ്ഞു നവംബർ ഡിസംബറോടുകൂടെ താക്കോല് കിട്ടും, പൊസഷൻ കിട്ടുമെന്ന. കിട്ടിയില്ല. ജനുവരിയിൽ കിട്ടുമെന്ന് പറഞ്ഞു, കിട്ടിയില്ല. കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫെബ്രുവരിയിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബിൽഡർ പറഞ്ഞു സംഭവം റെഡിയാണ്, പൊസഷൻ റെഡിയാ. എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഈ ഫെബ്രുവരിയിൽ തന്നെ നമുക്കൊരു പ്രാർത്ഥനയൊക്കെ വെച്ച് അങ്ങോട്ട് കയറി താമസിക്കണം, ഞങ്ങൾക്ക് വരണം. ഞാൻ പറഞ്ഞു വരാം. ഇന്ന് തന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇതുവരെ കിട്ടിയില്ല, ഈ മാസം തരുമെന്ന്. പ്രതീക്ഷയാ. ഡിസംബറിൽ കിട്ടിയില്ല, അത് ജനുവരി കിട്ടും. ജനുവരി കിട്ടിയില്ല, അപ്പം പൂർണ്ണ ഉറപ്പായി ഫെബ്രുവരി കിട്ടും. വിളിച്ചും പറഞ്ഞു ദാ റെഡിയായി. കിട്ടിയില്ല, ഇപ്പം ഈ മാസം കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല. ഇതുപോലെ 2023 ദൈവം തരാമെന്ന് പറഞ്ഞ എന്തുകൊണ്ടോ അത് പോസ്റ്റ്പോൺ ആയിപ്പോയി, കിട്ടിയില്ല. അങ്ങനെയാണല്ലോ നമ്മൾ ഈ പ്രവചനങ്ങളും കേൾക്കുന്നത്. 2023 നിറവേറാത്ത വാഗ്ദത്തങ്ങൾ 24 ഭയങ്കര പ്രതീക്ഷയോടെ ചാടിപ്പിടിക്കുക. ഇവിടുത്തെ നമ്മുടെ ബിൽഡർമാരെ പോലെ തമ്പുരാൻ ഏതാണ്ടൊക്കെ പ്രയാസം ഉണ്ടായെന്ന് തോന്നുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് NOC കിട്ടിയില്ലെന്നാ തോന്നുന്നേ. അയ്യോ, അതവനെയും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കണക്ഷൻ കിട്ടാഞ്ഞിട്ടാണോ? ദൈവത്തിന് ഇങ്ങനെ തടസ്സമൊന്നുമില്ല. 23 തടഞ്ഞത് 24 ഒഴുകി വരുന്നതിനെക്കുറിച്ചുള്ള പ്രതീക്ഷയല്ല നമ്മളീ പറയുന്ന വിശ്വാസം. നമ്മളീ പറയുന്ന പറഞ്ഞാൽ ബൈബിള് പറയുന്ന വിശ്വാസം. നമ്മളല്ലാതെ വേറെ കൊണ്ടൊന്നും കൊണ്ടുവരുന്നില്ല, ബൈബിളിലുള്ള വിശ്വാസം. ആവർത്തിക്കുന്നു, അൺഡിവൈഡഡ് ലോയൽറ്റി, അൺഡൈയിങ് അലീജിയൻസ്. സ്തോത്രം. ആ പദങ്ങൾ, ആ പ്രയോഗങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് ഏറെ നന്നായിരിക്കും. അപ്പോൾ വേദപുസ്തകം തനിത്തങ്കം, പൊന്ന് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന 2 അർത്ഥങ്ങളാണ്, 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഒന്ന്, ഒരു ക്രിസ്തു വിശ്വാസിയിൽ രൂപപ്പെടേണ്ട ക്രിസ്തുവിൻ്റെതുപോലെയുള്ള സ്വഭാവം. അതിനെയാണ് നമ്മൾ റോമർ 5:3 മുമ്പ് അനുസരിച്ച് പറഞ്ഞപ്പം ആ വാക്യമാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചത്. കഷ്ടത സഹിഷ്ണുതയെയും, ബാക്കി പറഞ്ഞു. സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളെല്ലാം പ്രശംസിക്കുന്നു. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. അവിടെ മലയാളത്തില് സിദ്ധത എന്നത് ഇംഗ്ലീഷിൽ ക്യാരക്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ ഉദാഹരണത്തിന് സ്വർണം തന്നെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് അവിടെ അർത്ഥമാക്കുന്നത്. പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഓഫ് എ മെറ്റൽ ഈസ് യൂസ്ഡ് there for siddhata in Malayalam or character in English. അപ്പോൾ പറയുന്ന തങ്കം നമ്മുടെ സ്വഭാവത്തെ, സ്വഭാവത്തിന്റെ വൈശിഷ്ട്യത്തെ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായ സ്വഭാവത്തെ കാണിക്കുന്നു. 2, വിശ്വാസത്തെ കാണിക്കുന്നു. അപ്പോൾ ഈ സ്വഭാവ ശുദ്ധീകരണവും വിശ്വാസത്തിന്റെ തീവ്രതയും, വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള ബന്ധം എന്ന് കുറഞ്ഞ പക്ഷം മനസ്സിലാക്കുക.
അതും നമുക്ക് ദാനമായി കിട്ടുന്നതാണോ? എല്ലാരും കൂടെ ഉണ്ടല്ലോ. Through trials. So it's not a free gift. The purity in character, the crystal clarity in our character is not bestowed upon us as a gift. It is not imputed. It's not imputed. ക്രിസ്തുവിൻ്റേതുപോലെയുള്ള സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത, ക്രിസ്തീയ സ്വഭാവം, ക്രൈസ്തവികത ദൈവത്തിന്റെ സൗജന്യദാനമല്ല. അത് നമ്മുടെ മേൽ കണക്കിടുന്നതല്ല. അതിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? എന്ത് കൊടുക്കേണ്ടതുണ്ട്? അധ്വാനിക്കണം. യൂദാപ്പുസ്തകം പറയുന്ന പോരാടണം. എന്ന് പറഞ്ഞാൽ വില കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വെളിപ്പാട് 3:18 അനുസരിച്ച് അതിന് നമ്മൾ വില കൊടുത്ത് തന്നെ വാങ്ങണം. കിട്ടുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്, വേറെ എങ്ങൂന്നും അത് കിട്ടത്തില്ല. ഈ വിശുദ്ധി നമുക്ക് വേറെ ഒരു കടയിൽ നിന്നും കിട്ടില്ല, വേറെ എങ്ങു നിന്നും വാങ്ങാൻ നമുക്ക് ലഭിക്കത്തില്ല. ക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന് തന്നെ ലഭിക്കൂ. പക്ഷേ അതെന്തല്ല? ദാനമല്ല, സൗജന്യ ദാനമല്ല. അതിന് നമുക്കൊരു വില കൊടുക്കണം. അങ്ങനെയെങ്കിൽ സ്വഭാവ ശ്രേഷ്ഠതയും വിശ്വാസത്തിന്റെ ഔന്നത്യവും എന്ന തങ്കം, പൊന്ന് വാങ്ങാൻ നമുക്ക് കൊടുക്കേണ്ട വില എന്തുവാ? സിസ്റ്റർ മുമ്പേ പറഞ്ഞതാ. Trials and tribulation. Yes, പരിശോധന, trials and tribulations. റോമർ 5:3 തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞു വിട്ടു. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധത അഥവാ സ്വഭാവ വൈശിഷ്ട്യത്തെയും ആ സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. അപ്പോൾ കഷ്ടത ക്രിസ്തുവിന് വേണ്ടി സഹിക്കുവാൻ നാം ഒരുങ്ങണം. സ്തോത്രം. അങ്ങനെയാകുമ്പോൾ ഭൗതിക സുഖലോലുപത നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരാം. ലൗകിക സൗഭാഗ്യങ്ങൾ നമുക്ക് വിട്ടുകളയേണ്ടതായിട്ട് വരും. ആഡംബരം ഉപേക്ഷിക്കേണ്ടതായി വരും. ലാഭങ്ങൾ നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടതായി വരും. ലെജിറ്റിമേറ്റായി, ന്യായമായി നമുക്ക് അനുഭവിക്കാവുന്ന പലതും നമുക്ക് വേണ്ട എന്ന് വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു വില കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിലേ നമുക്ക് ദൈവീയ വിഷയമായി സമ്പന്നരാകാൻ പറ്റൂ. നാം സമ്പന്നരാകേണ്ടത് പ്രധാനമായും 2 വിഷയങ്ങളിലാണ്.
ആത്യന്തികമായി നമ്മൾ ക്രിസ്തുവിനെ നേടുന്നതിൽ. ആ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പൗലോസ് എന്തൊക്കെ ചെയ്തു? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണല്ലോ, ഫിലിപ്പർ 3-ാം അധ്യായത്തിൽ നിന്ന്. തനിക്ക് ലാഭമായിരുന്നു അത് വല്ലതും പാപമായിരുന്നോ? അല്ല, അല്ലേ? പൗലോസ് ഛേദമെന്നെണ്ണിയ കാര്യങ്ങൾ ഒന്നും പാപമായിരുന്നില്ല. പക്ഷേ തനിക്കത് ലാഭമായിരുന്നു. They were legitimate for Paul, even as a godly person. But to be richer and richer, he abandoned them. That was the price he remitted to buy gold, refined in the fire. പൗലോസ് അപ്പോസ്തലന് ലാഭം എന്ന് കണ്ടതൊക്കെ ന്യായമായ കാര്യങ്ങളായിരുന്നു. ഒരു ഭക്തൻ എന്ന നിലയിലും തനിക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ താൻ കൂടുതൽ സമ്പന്നനാകേണ്ടതിന്, തൻ്റെ സ്വഭാവം കൂടുതൽ ക്രിസ്താനുരൂപ്യമുള്ളതാകേണ്ടതിന്, ദിവ്യ സ്വഭാവത്തിന് താൻ കൂട്ടാളി ആകേണ്ടതിന്, സ്തോത്രം, എന്തു ചെയ്തു? തനിക്ക് ന്യായമായതും അതിൽ തന്നെ പാപമല്ലാതിരുന്നതുമായ ലാഭങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചു. അവയെ പൗലോസ് ചവറ് എന്നെണ്ണി, ഛേദം എന്നെണ്ണി, അവയെ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ വർജനം, റിനൗൺസിങ്, വർജനം, എൻഡ്യൂറൻസ്, എൻഡ്യൂറിങ്, സഹനം, സഹനം. പ്രത്യേകിച്ച് ഈ രണ്ട് രീതികളിൽ പൗലോസ് അതിന് വില കൊടുത്തു. തനിക്ക് ലാഭമായിരുന്നതും ന്യായമായിരുന്നതും പലതും ചെയ്തു, താൻ വിട്ടു, ഉപേക്ഷിച്ചു, വർദ്ധിച്ചു. രണ്ട്, ഒത്തിരി താൻ സഹിച്ചു. അപ്പോൾ വർജനവും സഹനവുമായി പൗലോസ് ശ്ലീഹ ഇതിനു വേണ്ടി വില കൊടുത്തു. ഇതുപോലെ ലോക ആഡംബരത്തിലും സുഖലോലുപതയിലും ഭൗതിക സമ്പൽ സമൃദ്ധിയിലും മതിമറന്ന് ആഹ്ലാദിക്കുന്ന, മതിച്ചാടുന്ന ലവോദിക്യ സഭയോട് പറയുകയാണ്, നീ ഭൗതികമായി ഉയർന്ന സമ്പദ് വ്യവസ്ഥയിൽ കഴിയുന്നെങ്കിലും ആത്മീയമായി നീ പാപ്പരാണ്, ദാരിദ്ര്യമുള്ള അവസ്ഥയിലാണ്. അതിന് മാറ്റം വരണമെങ്കിൽ നീ എന്നിൽ നിന്ന് എന്ത് വാങ്ങിയേ പറ്റൂ? തനി തങ്കം. ആ തങ്കത്തിന്റെ, ആ സമ്പത്തിന്റെ 3 അവസ്ഥകളെന്ന് ഞാൻ പറഞ്ഞതിൽ ഒന്നാണ് ക്രിസ്തുവിനെ തന്നെ. 2, ക്രിസ്തു സ്വഭാവം. 3-ാമത് നമ്മൾ സമ്പന്നരാകുന്നത് എന്ത് സമ്പാദിക്കുന്നതിലൂടെയാ? Treasures in heaven. How? All that we do for the Lord out of our love for Him. Okay.
And moreover, one thing specifically speaking, soul winning. By winning the perishing souls for the kingdom of God. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നിത്യരാജ്യത്തിന് വേണ്ടി നേടുന്നതാണ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം. അങ്ങനെയെങ്കിൽ നാം കൊടുക്കേണ്ട വില, ഒന്ന് നമ്മൾ കണ്ടു, റിനൗൺസിങ്, വർജനമാണ്. രണ്ട്, എൻഡ്യൂറിങ് ആണ്, സഹനമാണ്. മൂന്നാമത്തേത് ഗെയിനിങ് സോൾസ് ഫോർ ദ കിങ്ഡം, ദൈവരാജ്യത്തിനായി ആത്മാക്കളെ നേടുന്നതാണ്. അതിനു വേണ്ടി നമുക്ക് വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ചിലത് നഷ്ടപ്പെടുത്തണം, ചിലപ്പോൾ നാം സഹിക്കണം. ചിലപ്പോൾ നഷ്ടപ്പെടുത്തുക എന്നതിനകത്ത് ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്നത് വരാം. സഹനം എന്നുള്ളത് ഏറെ കഷ്ടങ്ങളും ഉപദ്രവങ്ങളും നഷ്ടങ്ങളും നമുക്ക് സഹിക്കേണ്ടി വരാം. അതെല്ലാം ചെയ്താലും നാം ആത്മാക്കളെ നേടുന്നവർ ആവുക. അപ്പൊ 3 നേട്ടങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിന്റെ ഈ അർത്ഥത്തിൽ. ഒന്ന്, ക്രിസ്തുവിനെ നേടുക. 2, നമ്മെ തന്നെ നേടുക, അതിനാണ് ജീവിത വിശുദ്ധി. 3, ആത്മാക്കളെ നേടുക. ഗെയിനിങ് ക്രൈസ്റ്റ്, ഗെയിനിങ് ourselves by a holy living, and by witnessing life, by evangelization, winning souls for Christ. 3 gains: gaining Christ, gaining ourselves, that means our eternal security, and gaining souls for the kingdom. സ്തോത്രം. ഇതിന് വില കൊടുത്തേ പറ്റൂ. ഇതിന് വില കൊടുത്തേ പറ്റൂ. നമ്മുടെ ഉറക്കം കെടുക്കേണ്ടി വരും, വിശപ്പ് സഹിക്കേണ്ടി വരും, മനഃപൂർവം ഉപവസിക്കേണ്ടി വരും. ഉപവാസം അല്ലെങ്കിലും ആഹാരം ഇരിപ്പുണ്ടെങ്കിലും കഴിക്കാൻ ഒക്കാതെ വിശന്നിരിക്കേണ്ടി വരും. ചിലപ്പോൾ ഉപവാസം അല്ലെങ്കിലും ആഹാരം ഇല്ലാത്തത് കൊണ്ട് വിശന്നിരിക്കേണ്ടി വരും. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11:23 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെയുള്ള എല്ലാ വിലയും കൊടുക്കേണ്ടതായി വരും. പ്രത്യേകിച്ച് ലവോദിക്കയെ പോലെയുള്ള ഒരു പിന്മാറ്റക്കാരിയായ സഭയ്ക്ക്, പിന്മാറ്റക്കാരനായ വിശ്വാസിക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സാധാരണയിലധികം കഷ്ടതകൾ സഹിക്കേണ്ടതായി വരും. അഥവാ താൻ സഹിക്കുന്ന കഷ്ടതകൾ സാധാരണയിൽ അധികമായി തനിക്ക് തോന്നിപ്പോകും. പക്ഷെ അതിന് വില കൊടുത്തേ പറ്റൂ. വ്യക്തമാണോ? സ്തോത്രം. അത് ഈ 3 വിഷയങ്ങളിൽ നമുക്ക് ഒരേപോലെ തന്നെ മനസ്സിലാക്കാം. ഏതാ 3 വിഷയത്തിൽ? തീയിൽ ഊതിക്കഴിച്ച സ്വർണം അല്ലെങ്കിൽ പൊന്ന്, വെള്ളയുടുപ്പ്, കണ്ണിൽ എഴുതുവാൻ ലേപം. ഇവയ്ക്ക് 3നും വില കൊടുത്തേ പറ്റൂ. വെള്ളവസ്ത്രം എന്നുള്ളതും എന്താണ്? ജീവിത വിശുദ്ധിയെ കാണിക്കുന്നതാണ്. വെള്ളവസ്ത്രം നീതിയെയും കാണിക്കുന്നു, വിശുദ്ധിയെയും കാണിക്കുന്നു. അപ്പോൾ ആ വിശുദ്ധി
നമുക്ക് വെറുതെ ഇരുന്നാൽ കിട്ടുന്നതല്ല. We have to labor for becoming holy. വിശുദ്ധരാകാൻ നമുക്ക് വില കൊടുക്കണം. വിശുദ്ധരാകുവാൻ നമുക്ക് മുതൽ മുടക്കുണ്ട്. പൗലോസ് അതിനു വേണ്ടിയാണ് 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൽ അത്ലറ്റ്സിന്റെ സ്പോർട്സ്മെൻ, ഓട്ടക്കളത്തിൽ ഓടുന്നവരുടെ കാര്യവും ഗുസ്തി ഇടുന്നവരുടെ, അംഗം പൊരുന്നവരുടെ കാര്യവുമൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പാട്ട് പാടുന്നവരെ നോക്കിയാൽ അവർക്ക് ഐസ്ക്രീമോ അല്ലെങ്കിൽ മാംഗോ ജ്യൂസോ നാരങ്ങ വെള്ളമോ ഒക്കെ കുടിക്കണമെന്നുണ്ട്. പക്ഷെങ്കിൽ ഈ കണ്ഠം ആ നിലയിൽ പ്രൊഫഷണലി ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇതുപോലെയുള്ള പലതും ഉപയോഗിക്കാറില്ല. ഉറങ്ങാൻ അവർക്ക് നിയമമുണ്ട്. ഇത്ര മണിക്കൂർ ഉറങ്ങണം, ഇത്ര മണിക്കൂറേ ഉറങ്ങാവൂ. ഭക്ഷണ കാര്യങ്ങളിൽ ഒത്തിരി ക്രമീകരണങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ശരീരത്തെ അവർക്ക് ഫിറ്റാക്കി വയ്ക്കാൻ ഇന്നതുപോലൊക്കെ ശ്രമിച്ചേ പറ്റൂ. ഞാൻ മുമ്പിരുന്ന ചർച്ചിൽ ഒരു ബ്രദറ് ഫുട്ബോൾ ഫീഫ അംഗീകാരമുള്ള ഒരു റഫറിയാ. വീട്ടിലൊക്കെ വന്നാലും യോഗങ്ങൾക്ക് വന്നാലും എല്ലാ ആഹാരവും ഒന്നും അദ്ദേഹം കഴിക്കില്ല. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധരാകണമെങ്കിൽ, വെണ്മ ധരിച്ചവരാകണമെങ്കിൽ, ഉടുപ്പ് മലിനം ആകാത്തവരാകണമെങ്കിൽ നമുക്ക് വില കൊടുത്തേ പറ്റൂ. വില കൊടുത്തേ പറ്റൂ. കയ്യിൽ കിട്ടുന്നതെല്ലാം കഴിച്ച് കുടിച്ച് വെറുതെ ഇങ്ങനെ നടന്നാൽ നമ്മൾ ആരോഗ്യവാന്മാർ ആയിരിക്കില്ല. സാധാരണ നിലയിൽ തന്നെ നമുക്കറിയാം. ഒരു പ്രായം കഴിഞ്ഞാൽ ചിലര് മധുരം ഉപയോഗിക്കാറില്ല. എന്താ, ഷുഗർ ഉണ്ടോ? ഇല്ല, ഞാൻ ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. പ്രായമൊക്കെ എത്ര ആയില്ലേ. എണ്ണ ഉപയോഗിക്കാറില്ല. ഇത്ര മണി കഴിഞ്ഞാൽ ആഹാരം കഴിക്കാറില്ല. എന്താ, ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി വയ്ക്കാൻ. ഇങ്ങനെ ഒരു അത്ലറ്റിന്, ഒരു യോദ്ധാവിന്, ഒരു ഓട്ടക്കാരന് ചെയ്യണമെങ്കിൽ ആത്മീയമായി നാം ദിവ്യ സ്വഭാവത്തിന് അനുരൂപപ്പെടണമെങ്കിൽ, വെള്ള ധരിക്കണമെങ്കിൽ എത്രയധികം എത്രയധികം. അതുപോലെ കണ്ണിലെഴുതാൻ ലേപം, അർത്ഥം നിന്റെ ആത്മീയ കുരുട്ട് മാറുക, ഉൾക്കണ്ണുകൾ തുറക്കുക, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുക. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടാൽ ആരെയാ കാണുക? ദൈവത്തെ. ദൈവത്തെ തൻ്റെ മഹത്വത്തോടെ കാണാം. ദൈവിക വിഷയങ്ങൾ തിരിച്ചറിയാം. ചുമ്മാതെ കൈ കിട്ടുന്നതെല്ലാം വായിച്ചും കാണുന്ന വീഡിയോസ് എല്ലാം കണ്ടും ആസ്വദിച്ചും കണ്ണിൽ കാണുന്നവരോടെല്ലാം
ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ഇങ്ങനെ അങ്ങ് സാധാരണപ്പെട്ട ജീവിതം നയിക്കുകയാണെങ്കിൽ ദൈവിക വെളിപ്പാടുകൾ ലഭിക്കുമോ? ആത്മീയ ഉൾക്കാഴ്ച സാധ്യമാണോ? അല്ല. അന്ധത പിടിച്ചിരിക്കും. അതിനും എന്തു വേണം? വില കൊടുക്കണം. വില കൊടുക്കണം. അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്താണ് നമ്മൾ ചിന്തിച്ചത്. വില. സ്തോത്രം. ഇതാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി കാണുമെന്ന് ഞാൻ കരുതട്ടെ. സ്തോത്രം. അപ്പോൾ വില കൊടുത്ത് വാങ്ങുക എന്നതിന്റെ അർത്ഥം മനസ്സിലായോ? സ്തോത്രം. ദൈവമക്കൾക്കെല്ലാം ഒരുപോലെ ബാധകമാണല്ലേ പാസ്റ്റർ ഇത്? തീർച്ചയായിട്ടും. പാസ്റ്റർമാരായാലും പാസ്റ്റർമാർ അല്ലാത്ത വിശ്വാസികളായാലും, ആണോ പെണ്ണോ, ഏത് പ്രായത്തിൽപ്പെട്ടവരോ, ഏത് രാജ്യത്ത് താമസിക്കുന്നവരോ, ഏത് സംസ്കാരത്തിൽ ജീവിക്കുന്നവരോ, എല്ലാ ദൈവമക്കൾക്കും ഒരേപോലെ ബാധകമാണിത്. പക്ഷെ പിന്മാറ്റാവസ്ഥയിലല്ലേ ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്നേ? പിന്മാറ്റക്കാർക്ക് നിത്യത പോലും നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് മടങ്ങി വരാനുള്ള ഉപദേശമാണ്. ഇതേ വില നിലനിൽക്കുന്ന വിശ്വാസികൾ കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. അവർ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ നിലയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ വില കൊടുക്കാൻ ഒരുത്തിന് പിന്മാറ്റക്കാരനാകണമെന്നില്ല. പിന്മാറ്റക്കാരോട് നീ വിലയ്ക്ക് വാങ്ങാൻ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി യേശു ആഹ്വാനം ചെയ്യുകയാണ്. പിന്മാറ്റക്കാരനല്ലാത്ത ഒരാള് ഈ വില കൊടുത്തുകൊണ്ട് ഈ അവസ്ഥയിൽ നിലനിൽക്കുകയാണ്. ആ വില കൊടുപ്പ് നിർത്തിയാൽ അവനും ആരാകും? പിന്മാറ്റക്കാരൻ ആകും. അഥവാ ദരിദ്രനും നിർഭാഗ്യവാനും അരിഷ്ടനും കുരുടനും നഗ്നനുമാകും. അതുകൊണ്ട് ഇത് പൊതുവായി തന്നെയുള്ള ഉപദേശമാണ്. നാം എല്ലാവരും നിലനിൽക്കുന്നവരും പാലിക്കേണ്ടതായ കാര്യമാണ്. അല്ല പാസ്റ്റർ, ചിലർ പറയുമല്ലോ നമ്മുടെ സംസ്കാരം ഇങ്ങനെ, മറ്റവരുടെ സംസ്കാരം അങ്ങനെ ബൈബിളിൽ 2 സംസ്കാരം ഉണ്ടോ? ഇല്ല. ബൈബിളിൽ ഒറ്റ സംസ്കാരമേ ഉള്ളൂ. ഒന്നുകിൽ ക്രിസ്ത്യൻ കൾച്ചർ എന്നതിനെ വിളിക്കാം, ഇല്ലെങ്കിൽ ബിബ്ലിക്കൽ കൾച്ചർ എന്നതിനെ വിളിക്കാം, ഇല്ലെങ്കിൽ ക്രൈസ്റ്റ് കൾച്ചർ എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ. വേദപുസ്തക പ്രകാരമുള്ള ഒറ്റ സംസ്കാരമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. എവിടെയായാലും പിന്നെ സംസ്കാരം അനുസരിച്ച് ചില കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. ഇപ്പം അച്ഛൻ താമസിക്കുന്നിടത്ത് ചർച്ചിൽ വരുന്ന സഹോദരിമാരെല്ലാവരും സാരി ഉടുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റില്ല. കുറഞ്ഞ പക്ഷം ചില ക്ലൈമറ്റിലെങ്കിലും അത് പറ്റുകയില്ലായിരിക്കും. അപ്പം അവിടുത്തെ ഒരു സംസ്കാരം അനുസരിച്ചുള്ള വസ്ത്രധാരണം ചിലപ്പോൾ ആകാം. പക്ഷെ അതും എന്തിനോട് യോജിച്ചിരിക്കണം? വേദപുസ്തക വചനവുമായിട്ട്. ഇപ്പം കേരളത്തിന് പുറത്തേക്ക് വരുന്ന പ്രായമുള്ള അപ്പച്ചന്മാര് ചിലര് മുണ്ടും ഷർട്ട് ഇട്ടുകൊണ്ട് വരാറുണ്ട്. എന്നാൽ ചിലര് കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ മുണ്ട് മാത്രം ഉടുക്കുന്നവരായാലും ഒരു പാൻസൊക്കെ ഇട്ടുകൊണ്ട് വരും. അവർ അവിടുത്തെ ഒരു സംസ്കാരത്തെ പിൻപറ്റുന്നു എന്നേ ഉള്ളൂ. പക്ഷെ വേദപുസ്തകത്തിന് വിരുദ്ധമല്ലാത്ത പ്രാദേശിക സംസ്കാരങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബൈബിളിന് വിരുദ്ധമാകരുതെന്ന് മാത്രം. മറ്റൊന്നും ഇല്ല എന്ന് കരുതുന്നു.
അഥവാ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് തിങ്കളാഴ്ച ചിന്തിക്കാം. പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ഈ നിലകളിൽ വിശുദ്ധരായി, വിശ്വാസത്തിൽ സമ്പന്നരായും ദൈവവിഷയമായി സമ്പന്നരും ആരോഗ്യമുള്ളവരുമായിരിക്കാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിനുള്ള സമർപ്പണത്തോടെ നമുക്കായിരിക്കാം. കർത്താവിന്റെ വരവനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.